ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡിംഗ് സൗണ്ടിൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കാൻ വെച്ചിരുന്ന ക്യാമറ അങ്ങനെ വിട്ടുകളെ നോക്കില്ല എങ്ങനെ ഇതിനകത്ത് സൗണ്ട് ചെയ്തെടുക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു ഐഡിയ നിങ്ങളോട് ഷെയർ ചെയ്യണം. നിങ്ങൾ സംഭവം വർക്കായിട്ടുണ്ട്, നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ. ഹായ് ഫ്രണ്ട്സ്, അതിന് വീഡിയോ കാണുന്നതിലേക്ക് ബിഗ് താങ്ക്സ് മച്ചാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞൻ ക്യാമറയിൽ നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് എങ്ങനെയും കണക്ട് ചെയ്യുന്ന വിധത്തിൽ ആക്കിയെടുക്കണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് മൈക്ക്, അതാണ് നമുക്ക് സൗണ്ട് തീരെ കിട്ടുന്നില്ല. ഇന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ വെച്ചാൽ ഇത് അഴിച്ച് പണിഞ്ഞ് ഇവൻ്റെ ഉള്ളിൽ നിന്നുള്ള മൈക്ക് എങ്ങനെ പുറത്ത് കൊണ്ടുവരണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിത് പൊളിച്ച് നശിപ്പിക്കും. അറിയാൻ പറ്റില്ല ഇത് റെഡിയാകുമോ ഇല്ലയെന്ന് അറിയില്ല, കാരണം ഒരു പരിചയം മാത്രമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടൂൾസ് എടുത്തിട്ടുണ്ട്, നല്ല ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട്, ഒരു ടെസ്റ്റർ എടുത്തിട്ടുണ്ട്, മൈനസാണേ. പിന്നെ വെച്ചാൽ ഒരു നൈഫ് എടുത്തിട്ടുണ്ട്, പിന്നെ വെച്ചാൽ സോൾഡറിങ് ഉണ്ട്, മൾട്ടിമീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രധാന ഒരു സാധനം വെച്ചാൽ ഇത് 3.5 mm ഒരു ഫീമെയിൽ ജാക്കാണ്. ഇപ്പം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് എടുക്കണത്. ഇപ്പം ഇത് ഉള്ളിൽ വെക്കണോ ക്യാമറയുടെ പുറത്ത് വെക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം തന്നെ ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് അഴിച്ച് പണിയാൻ പോകുന്ന സാധനം. അതിൽ തന്നെ നമ്മൾക്ക് ഇത് അഴിക്കാം. അപ്പോൾ അതിനൊരു മെമ്മറി കാർഡ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഊരി എടുത്ത് മാറ്റിയിട്ട്, പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഇത് ഞാൻ മിക്കവാറും ഇന്ന് നശിപ്പിച്ച് വെക്കും സാധനം. അതെ, ബാറ്ററി അഴിച്ച് നമുക്കിത് മൊത്തം അങ്ങ് അഴിച്ചെടുക്കണം. സിമ്പിളായിട്ട് അഴിക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് അഴിച്ച് പണിഞ്ഞത് ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള മൈക്കിൻ്റെ കണക്ഷൻ പുറത്തോട്ട് വരണം. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതായത് ഏകദേശമായിട്ട് ഈ സൈഡിൽ കാണാൻ പറ്റുമോ, ഈ സൈഡിൽ അകത്തായിട്ടിരിക്കുന്നതാണ് മൈക്ക്. ഈ കുഞ്ഞ മൈക്കിൻ്റെ കണക്ഷൻ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാൻ പോണത്. പരിശ്രമം മാത്രമാണ്, വിജയിക്കോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുക്കാൻ്റെ പിന്നോട്ടൊക്കെ നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം ഇതിനകത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്കിന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയെന്ന്. എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. അപ്പം നമ്മൾ ഏകദേശം വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യണത്, കാരണം മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ സാധനം പോയി. അപ്പം നമ്മൾ ചെയ്യാൻ പോണ്. ഓക്കെ, ഇതെല്ലാം പീസാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാത്തോണേ. ഇനി സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ബാക്കി പരിപാടി. അയൺ കുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. അത് ഇവനെ എങ്ങനെയും നേരെയോ ഇതിനകത്ത് സോൾഡർ ചെയ്യണ രീതിയിൽ ആക്കിയെടുക്കണം. അതായത് ഇതിനകത്ത് ഒതുങ്ങി സാധനം ഇരിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 3.5 mm ജാക്ക് നമ്മൾ ഇതിനകത്ത് സോൾഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് മൈക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ സോൾഡർ ചെയ്ത് പുറത്തോട്ട് എടുത്തേക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഒരു എക്സ്റ്റേണൽ മൈക്കിനകത്ത് കുത്തിയിട്ട് ഇത് വർക്ക് ചെയ്യിച്ച് നോക്കണം. വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ട് നോക്കാം. അതിനോട് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു നമ്മൾ സാധാരണ ലോക്കലായിട്ടുള്ള ഒരു മൈക്കാണ്. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഈ മൈക്ക് കുത്തിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോണത്. മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിത് ഓണാക്കണം. ബാറ്ററിയായിട്ട് കണക്ട് ചെയ്ത് ഓണാക്കി മെമ്മറി കാർഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിത് പുറത്ത് വെക്കണോ അകത്ത് വെക്കണോ നമുക്ക് തീരുമാനിക്കാം. ഇത് അകത്തിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, സെറ്റാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് സോൾഡർ നേരെ ഇവിടം നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളിത് പുറത്ത് മേടിച്ച മൈക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് വോയിസ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നേരെ അതിനോടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അഴിച്ചിട്ടിരിക്കണതാണ്, ഭയങ്കര പാടാണ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിനൊരു റിമോട്ട് ഉണ്ട്. റിമോട്ട് വെച്ച് നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് നോക്കാൻ പോവാണ്. റെക്കോർഡ് ചെയ്യാം നമുക്ക്. ഹലോ 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 ഇനി പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ലാസ്റ്റ് കിടക്കണത് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് 6ാമത്തെ വീഡിയോ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. 6ാമത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് അത് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. കണ്ട നമ്മുടെ ക്യാമറയിൽ നമ്മളങ്ങനെ എക്സ്റ്റേണൽ മൈക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ കാര്യം വെച്ചാൽ ഈ നമ്മളൊരു ചെറിയൊരു കാലൊക്കെ മരിച്ച് തണുപ്പത്തിരിക്കും വരുന്നത്. തണുപ്പത്തിരിക്കും വരാൻ കാല് നന്നായിട്ട് കൊച്ചി പിടിച്ച് പോട്ടെ സാരമില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇനി ഇത് ഒന്നിലെ പുറത്ത് അല്ലെങ്കിൽ അകത്ത് ഇത് വെക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ മാക്സിമം നോക്കാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കിയതാണ്. വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിനി ഇനിയുള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തി ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.